എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി. ഈ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഗ്രേവി നല്ല പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തിന്റെ കൂടെയും സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചിക്കൻ റോസ്റ്റ് വീടുകൾ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 700 ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഒരു ചെറിയൊരു മാരിനേഷൻ ഉണ്ട്. ഇതിനായിട്ട് ആദ്യമേ കുറച്ച് ഉപ്പ് ചേർക്കാം, 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ തന്നെ എരിവെള്ള മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ചിക്കൻ ഒന്ന് കുഴച്ചെടുക്കാം. ചിക്കൻ കുഴച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ നേരത്തേക്ക് ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. നമ്മളിന്ന് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് റോസ്റ്റ് തയ്യാറാക്കുന്നത്. അങ്ങനെ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ എണ്ണയിൽ വറുത്തെടുത്താൽ മതിയാകും. ഈ എണ്ണയിലേക്ക് ഓരോ ചിക്കൻ പീസുകളും പെറുക്കി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റോസ്റ്റ് ആണ്. അതുപോലെ എന്തിന്റെ കൂടെയും കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. അങ്ങനെ ചിക്കൻ മുഴുവൻ ഞാനിവിടെ നിരത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ താഴെ ഭാഗം ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കണം. ചിക്കൻ പീസുകൾ ഒന്ന് മുരിവായി വന്നാൽ പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓവറായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഗ്രേവിയിലിട്ട് ഒന്നും കൂടെ മൊരിച്ചെടുക്കും. ചിക്കനിൽ നിന്നും ധാരാളം വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. 4 പേർക്ക് സെർവ് ചെയ്യാനായിട്ട് ഈ ഒരു അളവ് മതി കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ അത്ര അടുപ്പിലേക്ക് മാറ്റി ഫ്രൈ ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ചിക്കന്റെ ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങനെ ഇതുപോലെ വിതറിയതിന് ശേഷം ചിക്കൻ പീസുകളൊന്നും മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് 2 സവാള, ഒരു ബോൾ വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, ഒരു തക്കാളി, ഒരു 4 പച്ചമുളക്, ഇത്രയും ചേരുവകളാണ് നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ നമുക്കിതിലേക്ക് ഇഞ്ചി ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ വെളുത്തുള്ളി ചേർക്കാം. വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയും വാടി വന്നിട്ടുണ്ട്. നമുക്ക് സവാള ചേർക്കാം. സവാള നല്ല ഗോൾഡൻ കളറായി വരണം. അതുവരെയും നമുക്ക് വഴറ്റാം. വഴറ്റുന്ന സവാളയിലേക്ക് അല്പം ഉപ്പും കൂടി ചേർക്കാം. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കുറഞ്ഞ അളവിൽ സവാളയിലേക്ക് ഉപ്പ് ചേർത്താൽ മതിയാകും. വീണ്ടും നല്ലോണം വഴറ്റാം. ഇപ്പോൾ നമ്മുടെ വഴറ്റുന്ന സവാള നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. ഈ ഒരു കളറിലേക്ക് സവാള വഴണ്ടാൽ മതിയാകും. 1 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടി, 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 സ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലപ്പൊടി. ഇത് നമുക്ക് ഈ പൊടികൾ ഈ ഒരു സവാളയിലേക്ക് ചേർക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആണ്. അതുപോലെ നമ്മൾ ഈ കാണിച്ചിട്ടുള്ള ചിക്കൻ മസാലപ്പൊടിയുടെയും പെരിഞ്ജീരകപ്പൊടിയുടെയൊക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ അത് വീടുകളിൽ തയ്യാറാക്കി വെക്കുക കേട്ടോ. നല്ല ഫ്ലേവറാണ്. നമ്മൾ എന്ത് ചെയ്താലും ആ ഒരു ഫ്ലേവർ ആ കറിക്ക് മുന്നിട്ട് നിൽക്കും കേട്ടോ. ഇതുവരെയും നിങ്ങളത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. അങ്ങനെ പൊടികളും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാലകളൊക്കെ ഇപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് മസാല നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത് ചെറിയ തീയിലേക്കൊന്ന് മാറ്റാം. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ പീസുകൾ നല്ലവണ്ണം മുരിയിച്ചെടുത്തിട്ടുണ്ട്. താഴെ ഭാഗമൊക്കെ നല്ലതുപോലെ മുരിവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാല ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കണം. തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ മൂടി വെച്ച ഗ്രേവി നമുക്കൊന്ന്
തുറന്ന് നോക്കാം. ഇനി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. തക്കാളി കഷ്ണങ്ങൾ വെന്ത് ഇങ്ങനെ ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർക്കണം. ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്കോട് കൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. വീണ്ടും കഷ്ണങ്ങളും ചിക്കനും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. നമ്മൾ കുറഞ്ഞ അളവിലാണ് എണ്ണ ചേർത്ത് ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ കറിയുടെ ആ ഒരു രുചി നമുക്കറിയാൻ സാധിക്കുന്നത്. ഇനി കറി കഷ്ണങ്ങളും ഈ ഒരു ഗ്രേവിയും കൂടെ ചേർന്ന് നല്ലോണം തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഞാനിവിടെ കഷ്ണങ്ങൾ ചേർത്ത് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഗ്രേവിയോട് കൂടി തന്നെയാണ് നമ്മുടെ റോസ്റ്റ് അവിടെ ആയിട്ടുള്ളത്. കഷ്ണങ്ങളിലേക്ക് ഗ്രേവി നല്ലോണം ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം. വറുത്തരപ്പാണ് കേട്ടോ. ഈ ഒരു വറുത്തരപ്പിന്റെ വീഡിയോ ഞാൻ ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വീണ്ടും ഞാനിത് കാണിച്ചു തരാത്തത്. തേങ്ങയും കറിവേപ്പിലയും കുറച്ച് പെരിഞ്ചീരകവും കൂടെ ചേർത്ത് വറുത്ത് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലാണ് കറി റെഡിയായതിനു ശേഷം നമുക്ക് കറിയിലേക്ക് ചേർക്കേണ്ടത്. ഒരു വറുത്തരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ കറി കാണാൻ നല്ല ഭംഗി ഉണ്ടാകും. അതുപോലെ കറിക്ക് നല്ല ഉഴുപ്പൊക്കെ കിട്ടും കേട്ടോ. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ കറിയുടെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും കറി ഒന്നുകൂടെ കട്ടിയായിട്ടൊക്കെ വരും. കുറച്ച് കറിവേപ്പില കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കീറി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മല്ലിയില ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മല്ലിയില, പുതിനയില അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇതുവരെ നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി എന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.